ഹലോ, ഗുഡ് ഈവനിങ് എവരിവൺ. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പോയപ്പോൾ കുട്ടികൾ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറഞ്ഞു തരുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരുന്ന ഇതാണ് നമ്മുടെ വേർഡ് ഫയലിൻ്റെ നിങ്ങളുടെ സോഫ്റ്റ്വെയർ വേറൊരു സോഫ്റ്റ്വെയർ ആയിരുന്നു അല്ലേ? ലിബ്രെ ഓഫീസ് എന്നുള്ള വേറൊരു സോഫ്റ്റ്വെയർ ആയിരുന്നു നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഏകദേശം അതേ ഫെസിലിറ്റീസൊക്കെ ഉള്ള ഓപ്ഷൻസൊക്കെ ഉള്ള വിൻഡോസിൻ്റെ വേർഡ് ഫയൽ എന്ന വേർഡ് സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് വേർഡ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അതിൽ ആദ്യമായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിരുന്ന കണ്ടൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ടൈപ്പ് ചെയ്യാം. അതിൻ്റെ മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ഏതൊക്കെ ബട്ടൺസ് ആണ് കീസ് ആണ് ഉപയോഗിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്ക്രീനിൽ കീബോർഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഓൺ ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കീബോർഡ് ഇവിടെ ഓണായിട്ട് വന്നു. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഞാൻ നേരത്തെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരുന്ന മാറ്റേഴ്സ്, പോസ്റ്ററിൻ്റെ ആ മാറ്റേഴ്സ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഏത് ബട്ടൺ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാകുക, അതിന് Ctrl+V എന്ന ബട്ടണാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ Ctrl+V എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച Ctrl+V എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് പ്രസ് ചെയ്തുകൊണ്ട് നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ച മാറ്റർ ഇവിടെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീ ആണ് ഒന്ന് കൺട്രോൾ എന്ന കീ നെക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട്. കൺട്രോൾ എന്ന കീ നെക്കുന്നുണ്ട്. ശേഷം അതോടുകൂടെ പ്രസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് വി എന്ന കീയും കൂടെ നെക്കി. അപ്പോഴാണ് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ആ ഒരു മാറ്റർ ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ആയി വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഏകദേശം ഫോണ്ടിൻ്റെ സൈസൊക്കെ 11 ആണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് അതിന് ഫോണ്ട് 11 ആണെന്ന് കിട്ടി? കാരണം കമ്പ്യൂട്ടർ സൈസ് ഇറ്റ്സ് ഫോണ്ട് സൈസ് ഈസ് 11. ഓക്കെ, അപ്പോൾ അതിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേ മെൻഷൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം, ആ പോസ്റ്റർ ആകുമ്പോൾ എല്ലാം ഒരേ ഫോണ്ടിൽ, എല്ലാം ഒരേ സൈസിൽ, എല്ലാം ഒരു കളറിൽ എന്ന രീതിയിലാവാൻ പാടില്ല. അപ്പോൾ അതൊരു അട്രാക്റ്റീവ് ആവില്ല. അപ്പോൾ അത് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിപ്പോൾ മൊത്തം ഓരോരോ പാരഗ്രാഫായിട്ട് ഒറ്റൊരു പാരഗ്രാഫായിട്ടാണുള്ളത്. അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇവിടെ 2-3 വരികളിലായിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഓക്കെ, ഒരു പോസ്റ്ററിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി, വേറൊന്നുമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വ്യത്യസ്ത വരികളിലായിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചു. ഇനി ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് ഫെസ്റ്റ് എന്ന ആ ഒരു ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചും കൂടെ സൈസ് എൻലാർജ് ചെയ്യണം. അതിന് വേണ്ടി അപ്പോൾ ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ വേർഡ് ആണെങ്കിൽ ഇത് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഇനി ആ സെൻറ്റൻസ് ഫുള്ള് വേണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ഇതേപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ആ സെൻറ്റൻസ് ഫുള്ളായിട്ട് ചെയ്യാൻ കഴിയും. കണ്ടോ, ഇവിടെ എന്ത് ചെയ്തു, ആ വരി ഫുള്ളായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ എൻ്റർ വരെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഡബിൾ ക്ലിക്കോടുകൂടെ സെലക്ട് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ മൗസ് എവിടെയാണോ വെക്കുക അവിടെ വെച്ചിട്ട്, അല്ലെങ്കിൽ വെക്കാതെ അവിടെ നിന്ന് ഒറ്റൊരു ഡ്രാഗ് ചെയ്താൽ നമുക്ക് ഏതൊക്കെ വേർഡ്സ് ആണോ സെലക്ട് ചെയ്യേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ ഇതുപോലെ കഴിയുന്നതാണ്. നെക്സ്റ്റ്, അപ്പോൾ നേരത്തെ ഇംഗ്ലീഷ് ഫെസ്റ്റ് എന്നുള്ള 2023 എന്നുള്ള ആ ഒരു ഭാഗം നമുക്ക് ബോൾഡ് സൈസ് കൂട്ടാൻ. അപ്പോൾ സൈസ് കൂട്ടാൻ ഇവിടെ തന്നെ സെലക്ട് ചെയ്ത ഉടനെ ഒരു കോളം നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് വരും. അവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബോൾഡ് ഉണ്ട്, ഇറ്റാലിക് ഉണ്ട്, അണ്ടർലൈൻ ഉണ്ട്, പിന്നെ ഹൈലൈറ്റർ ഉണ്ട്, പിന്നെ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാനുണ്ട്, ഡോട്ട്സ് ബുള്ളറ്റ് കൊടുക്കാനുണ്ട്, നമ്പറിങ് കൊടുക്കാനുണ്ട്, അതിൻ്റെ സ്റ്റൈല്, ഈ ടെക്സ്റ്റിൻ്റെ സ്റ്റൈല് മാറ്റാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ ഇവിടെ കാണുന്ന ഏകദേശമൊക്കെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഡബിൾ സെലക്ട് ചെയ്ത ഉടനെ തന്നെ പോപ്പപ്പ് ആയിട്ട് ഒരു കോളം വരുന്നതാണ്. പിന്നെ പെട്ടെന്ന് പോകുകയും ചെയ്യും. അപ്പോൾ പോയാൽ ഡോണ്ട് വറി, ഇവിടെ എന്തുണ്ട്, പെർമനൻ്റ് ആയിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 36 എന്ന സൈസ് കൊടുത്തു. നേരത്തെ നമ്മൾ എല്ലാം കൂടെ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ 11 എന്ന് കണ്ടിരുന്നു. ഇപ്പം എന്തില്ല, അങ്ങനെ ഒരു കോമൺ സൈസ് ഇവിടെ കാണുന്നില്ല. കാരണം ഇത് 11ഉം
ഇത് 36 ആണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒറ്റയടിക്ക് രണ്ട് സൈസ് ആയതുകൊണ്ട് നമ്മളുടെ ഫോണിൻ്റെ സൈസ് എത്രയാണെന്ന് എന്ത് ചെയ്യില്ല, കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് സജസ്റ്റ് പറഞ്ഞു തരുന്നതല്ല. ഓക്കെ, അപ്പോൾ അതിനുള്ള കാരണം ഇത് 36ഉം ഇത് 11ആണ്. അപ്പോൾ രണ്ടും എന്തല്ല, കോമൺ ആയ ഒരു സൈസ് അല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഡിസ്പ്ലേ വരാത്തത്. ഇപ്പോൾ നോക്കിയേ 11ആണ്. കാരണം എന്താ, ഈ സൈസിൻ്റെ മൊത്തം ഈ സെലക്ട് ചെയ്ത പാർട്ടിൻ്റെ മൊത്തം സൈസ് എന്നുള്ളത് 11ആണ്. അപ്പോൾ 11 അവിടെ കാണും. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് അങ്ങനെയുള്ള ഓപ്ഷൻ കാണാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ 36 ഇംഗ്ലീഷ് വെസ്റ്റ് എന്നുള്ളത് 36 കൊടുത്തു. ഇനി അതിൻ്റെ താഴെ എന്ത് ചെയ്യണം, അത്ര നമുക്ക് ഹൈലൈറ്റ് ആയി വേണ്ടത് ഇംഗ്ലീഷ് വെസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി 36 നമുക്ക് കൊടുത്തു. ഇനി 40 എന്ത് ചെയ്യരുത്, ഈ ഒരു പാർട്ട് കൊടുക്കരുത്. ഇതെന്ത് ചെയ്യണം, ഒരു 24th ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, അപ്പോൾ 24 അതുമായി. ശേഷം ഈ ഇംഗ്ലീഷ് വെസ്റ്റ് എന്നുള്ള ഈ മൊത്തം കണ്ടൻറ്റ് എന്നുള്ളത് 11ആണ് അതിൻ്റെ സൈസ്. അതിൻ്റെ സൈസ് എന്ത് ചെയ്തു, ഏകദേശമൊക്കെ ഒരു 18, 20, 16 ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് തിങ് പറയാൻ പോകുന്നത്, അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എന്ത് എല്ലാം ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്ത് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഒരു പോസ്റ്റർ ആകുമ്പോൾ കുറച്ച് സെൻട്രലൈസ്ഡ് ആയിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ കണ്ടോ ഈ ദിസ് ഓപ്ഷൻ. അപ്പോൾ ഈ ഓപ്ഷനിൽ ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ് ഇത് സെൻറ്റർ അലൈൻമെൻ്റ് ആണ്, പിന്നെ ഇതോ റൈറ്റ് അലൈൻമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ അലൈൻമെൻറ്റ് ഓപ്ഷൻസ് നമുക്കിവിടെ മാറ്റാൻ കഴിയുന്നത്. നോക്കിയേ, ഓരോ ക്ലിക്കിനും എന്ത് ചെയ്യുന്നുണ്ട്, അത് അലൈൻമെൻറ്റ് മാറുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഇനി അതുപോലെ ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ മൗസ് ഐക്കൺ അവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ആ ഒരു എൻ്റർ ചെയ്യുന്ന ആ ഭാഗം സെലക്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അപ്പോൾ അതെന്ത് ചെയ്തു, സെൻറ്റർ അലൈൻമെൻ്റ് ആയിട്ട് വന്നു. ശേഷം ഇതും നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാം. ക്ലിയർ ആയോ? കാരണം ഇതെന്തിങ്ങനെ മാറാത്തത്, ആ എൻ്റർ ചെയ്ത ആ ഭാഗം മാത്രമേ എന്ത് ചെയ്യൂ, നമുക്ക് ഒറ്റ ക്ലിക്കിൽ മാറ്റാൻ കഴിയും. ഇനി ഇത് ഒറ്റയടിക്ക് എന്ത് ചെയ്യണം, നമുക്ക് മാറ്റണമെങ്കിൽ ഡോണ്ട് വറി, നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൊത്തം സെലക്ട് ചെയ്തതിന് ശേഷം അലൈൻമെൻറ്റ് എന്ത് ചെയ്താൽ മതി, മാറ്റാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ അലൈൻമെൻറ്റ് ലെഫ്റ്റ് റൈറ്റ് സെൻട്രൽ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. ഇനി ഇതിൻ്റെ മൊത്തം സൈസ് നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കളർ നമുക്ക് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഓപ്ഷൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്താണ്, ഫോണ്ട് കളർ എന്നുള്ളതാണ്. അപ്പോൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അല്ലാണ്ട് ഇവിടെ വെറുതെ കൊണ്ടുപോയി വെച്ചിട്ട് ഇവിടെ നമ്മൾ ഗ്രീൻ എടുത്താൽ അവിടെ കളർ മാറില്ല. അപ്പോൾ സെലക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, കളർ മാറാത്തത്. അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഏത് കളറാണോ വേണ്ടത് അതെന്ത് ചെയ്യുക, നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ മൊത്തം വെറും ഇംഗ്ലീഷിൽ നിന്ന് മാത്രം ഒറ്റ കളർ കൊടുക്കാൻ പാടില്ല, ആ ഒരു പാർട്ടിന് മൊത്തം എന്ത് ചെയ്യണം, ഒരു കളർ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു റെഡോ അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ് ബ്ലൂ ഒക്കെ എന്ത് ചെയ്യാം, കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതേപോലെ വേറൊരു വെറൈറ്റി കളറും കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കളർ ഏകദേശമൊക്കെ എന്ത് ചെയ്യണം, ഒരു മാച്ചും പിന്നെ കാണുന്നവർക്ക് ഒരു അട്രാക്റ്റീവ് ഒക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു കളറായിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ? യെസ്, ഇത് സാധാരണ ബ്ലാക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കളറും മാറ്റാവുന്നതാണ്. ഓക്കെ, ഒരു കൊണ്ടോട്ടി ലുക്കൊക്കെ ആക്കിയിട്ട് വെക്കാവുന്നത് ആണ്. ആരും ചോദിക്കാനൊന്നും വരില്ല, എന്തേ ആ കളർ കൊടുത്തതെന്നും ആരും ചോദിക്കില്ല. കുട്ടിക്ക് മനസ്സിലായാൽ മാത്രം മതി. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുക്കാവുന്നതാണ്. ക്ലിയർ? യെസ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ കളർ മാത്രം, ഈ ഓഫ് എന്ന കളർ മാത്രം മാറ്റണം. എന്നാൽ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ഭാഗമാണോ സെലക്ട് ചെയ്ത പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കളറും കളർ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാറുന്നുണ്ടോ, കളർ നമുക്ക് അങ്ങനെ മാറ്റാം. ഇനി ഇതിൻ്റെ സൈസ് മാത്രം നമുക്ക് 72 ആക്കണം. കണ്ടോ, 72 ആയിട്ട് മാറും. അപ്പോൾ കളറും മാറ്റുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ഷോർട്ട് കട്ട് ഉപയോഗിച്ചിരുന്നു. നേരത്തെ കൊണ്ടുവന്ന ആ കോപ്പി ചെയ്ത പേസ്റ്റ് ഇവിടെ കോപ്പി കൊണ്ടുവന്ന ആ ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉസ്താദ് പ്രസ് ഉപയോഗിച്ച കീ Ctrl+V എന്ന കീ ആയിരുന്നു. അപ്പോൾ അവിടെ വന്നു. പിന്നെ ഇനി നോക്കാനുള്ളത്, നമുക്ക് ഇതിനെ നമുക്ക് അണ്ടർലൈൻ ചെയ്യണം. ഈ വെൽക്കം എന്ന ആ വേർഡ് നമുക്ക് എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അണ്ടർലൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. പിന്നെ അതും ചെയ്യണം, ഇറ്റാലിക് ആക്കണം. ഇറ്റാലിക് മീൻസ് ഒന്ന് ചെരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇറ്റാലിക് കൊടുക്കാം. പിന്നെ ബോൾഡ്, അതെന്ത് ചെയ്യണം, ഓൾ ആർ എന്നുള്ള സാധനം എന്ത് ചെയ്യണം, നമുക്ക് ബോൾഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ ബോൾഡ് ചെയ്തിട്ട് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബോൾഡ് എന്ന ഓപ്ഷനും കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അതിനോട് കൂടെ എന്ത് ചെയ്യണം, സ്ട്രൈക്ക് നടുവിൽ എന്ത് ചെയ്യണം, നടുവിൽ കൂടെ ഒരു വര കൊടുക്കണം. എന്നാൽ ഈ സ്ട്രൈക്ക് ത്രൂ എന്ന ഓപ്ഷന് കൊടുക്കാവുന്നതാണ്. പിന്നെ
നമ്മൾ മാത്സിലൊക്കെ പറഞ്ഞ പോലെ ഈ 2023 മാത്സിലൊക്കെ നമുക്ക് ചോദ്യങ്ങളിലൊക്കെ കാണാം, പരീക്ഷ പേപ്പറിലൊക്കെ സബ്സ്ക്രിപ്റ്റും പിന്നെ ഏതും സൂപ്പർ സ്ക്രിപ്റ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രിപ്റ്റൊക്കെ നമുക്ക് എക്സാമിനൊക്കെ കാണും. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ 23 മേലെ പോയി, അപ്പോൾ താഴേക്ക് വന്നു. രണ്ടാമത് ഇവിടെ കണ്ടോ മാറുന്നത്, അതെന്ത് ചെയ്യാം നമുക്ക് അതേപോലെ മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഹൈലൈറ്റർ മീൻസ് നമുക്ക് എക്സാമിനൊക്കെ അല്ലെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്യണം. ആരാണ് സംഘടിപ്പിക്കുന്നത്, ഇംഗ്ലീഷ് ക്ലബ്ബാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ ഹൈലൈറ്റ് എന്ന ഓപ്ഷന് സെലക്ട് ചെയ്യാം. അത് വ്യത്യസ്ത കളേഴ്സിലുണ്ട്, നമ്മൾ ഫാൻസിയിലൊക്കെ പോയി സെലക്ട് ചെയ്യുന്നത് പോലെ ഇഷ്ടം കളർ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സെലക്ട്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്തു, സെലക്ട് ആയി. ഇനി ഇപ്പോൾ സെലക്ട് ചെയ്ത പാർട്ടിൽ കുറച്ച് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ കൺട്രോൾ മാറ്റാൻ വേണ്ടി നമ്മൾ അൺഡു അടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്ലസ് ഏത് കീ ആണ് ഉപയോഗിക്കുക, കുട്ടിക്ക് ഓർമ്മ ഉണ്ടോ, കൺട്രോൾ Z എന്ന കീ ആണ് ഉപയോഗിക്കുക. അപ്പോൾ രണ്ടോട്ട് നിൽക്കുന്നതോടുകൂടെ നേരത്തെ കൊടുത്ത ഹൈലൈറ്ററൊക്കെ എന്ത് ചെയ്തു, അവിടെ പോയിട്ടുണ്ട്. ഓക്കെ, കുട്ടികൾ ശ്രദ്ധിച്ചോ. യെസ്, കളറൊക്കെ എന്ത് ചെയ്തു, പോയി ഏകദേശമൊക്കെ എന്തായി, നേരത്തെ പോലെ പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം എന്നുള്ളത്, അപ്പോൾ ഫോണ്ടിൻ്റെ നമുക്ക് ഇഷ്ടം എല്ലാം ഇപ്പോൾ ഒരേ ഫോണ്ടാണ്, എല്ലാം ഒരേ ഫോണ്ടാണ്. നമുക്ക് എങ്ങനെ മനസ്സിലായി, ഇവിടെ എല്ലാം സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള കാലിബ്ര ബോഡി എന്ന ഓപ്ഷൻ ഫോണ്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ ഇതിൻ്റെ പോസ്റ്റർ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫോണ്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുക, അത് നല്ലൊരു അട്രാക്റ്റീവായിട്ട് തോന്നുക. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഏകദേശം ഫോണ്ടൊക്കെ എന്ത് ചെയ്യും, ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ എല്ലാ ഫോണ്ടും കയ്യില്ല, ഈ വേർഡിൽ സപ്പോർട്ടാവുന്ന ഫോണ്ടുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇംഗ്ലീഷ് ഫസ്റ്റ് അതിൻ്റെ കൂട്ടിയെഴുത്ത്, അങ്ങനെ വ്യത്യസ്ത ഫോണ്ടുകൾ എന്ത് ചെയ്യാം, നമുക്കിവിടെ ഇഷ്ടംപോലെ ഫോണ്ടുകളുണ്ട്. ഓക്കെ, ഫോണ്ടിൻ്റെ കളക്ഷൻ തന്നെ എന്തുണ്ട്, ഇവിടെ നമ്മളെടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയ ഫോണ്ടുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിച്ച് പോസ്റ്റർ എന്ത് ചെയ്യാം, ഭംഗിയാക്കാവുന്നതാണ്. ഓക്കെ, യെസ്, കണ്ടോ, അങ്ങനെ വ്യത്യസ്ത ഫോണ്ടുകളൊക്കെ നമുക്ക് ഉപയോഗിച്ച് അതൊക്കെ എന്ത് ചെയ്യാം, പോസ്റ്റർ അടിപൊളി ആക്കാവുന്നതാണ്. ഇനി വേറൊരു കാര്യം എന്നുള്ളത്, ഏതായാലും പറയുമ്പോൾ ഫുള്ള് പറയാലോ എന്ന് കരുതിക്കൊണ്ടാണ്. ഇവിടെ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഓള വെൽക്കംഡ് എന്ന് എഴുതി, പിന്നെ അതിന് ശേഷം വേറെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്തു, അടിച്ച് പോയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് സ്പേസ് അടിച്ചിട്ട് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ബാക്ക് സ്പേസ് കൊടുക്കുമ്പോൾ ബാക്ക് സ്പേസിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് അതിനു വേണ്ടിയാണ് സ്ക്രീനിൽ കീബോർഡ് ഓൺ ആക്കി വെച്ചത്. അപ്പം ബാക്ക് സ്പേസ് കൊടുക്കുമ്പോൾ ആ ക്ലിയർ ആയ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തെറ്റായ ഭാഗങ്ങളൊക്കെ നമുക്ക് ബാക്കോട്ടേക്ക് പോയി ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റർ കീ ആണ് താഴോട്ടേക്ക് നമ്മൾ നോക്കി എൻ്റർ കീ നിൽക്കുമ്പോൾ പോകുന്നത് കണ്ടോ, താഴോട്ടേക്ക് നമുക്ക് മാറാവുന്നതാണ്. അപ്പോൾ ബാക്ക് സ്പേസ് അടിച്ചു, വീണ്ടും പഴയ പോലെ തന്നെ ആയി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ വെൽക്കം എന്നതിന് ശേഷം ആ ഡി നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്ക് വന്ന് റൈറ്റിലേക്ക് മൗസ് ഐക്കൺ മാറ്റിയതിന് ശേഷം ബാക്ക് സ്പേസ് ഒക്കെ എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ അതിന് പകരമായിട്ട് ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് മാറ്റാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഡിലീറ്റ് കീ ഉണ്ടല്ലോ, ആ ഡിലീറ്റ് കീ. അപ്പോൾ ഇവിടെ മൗസ് എവിടെ ഉള്ളതെന്ന് കുട്ടികൾ ശ്രദ്ധിച്ചല്ലോ, ഇവിടെയാണ് ഇക്കും ഡിൻ്റെ ഇടയിലാണ്. അപ്പോൾ ബാക്ക് സ്പേസ് നിൽക്കുമ്പോൾ ഇ ആണ് പോവുക, നമുക്ക് പോവേണ്ടത് ഡി ആണ്. അതിന് വേണ്ടി നമ്മൾ ഈ ഡിലീറ്റ് എന്ന ഓപ്ഷൻ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അപ്പോൾ ഡിലീറ്റിൽ കൊടുക്കുമ്പോൾ നേരത്തെ ബാക്ക് സ്പേസ് കൊടുക്കുമ്പോൾ ഇ ആണ് പോകുന്നതെങ്കിൽ ഡിലീറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ റൈറ്റ് ഭാഗത്തുള്ള ലെറ്റേഴ്സ് ആണ് പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, കണ്ടോ, റൈറ്റ് ഭാഗത്തുള്ള ലെറ്റേഴ്സൊക്കെ അവിടെ ക്ലിയറായി പോകുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിൻ്റെ വേറൊരു കീ ആണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കീ ആണ് ഷിഫ്റ്റ്. ആ ഷിഫ്റ്റ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നോക്ക്. ഷിഫ്റ്റ് നിൽക്കുമ്പോൾ കീബോർഡിൽ കാണുന്ന ലെറ്റേഴ്സൊക്കെ എന്താണ്, സ്മോൾ ലെറ്റേഴ്സാണ്. ഇനി ഷിഫ്റ്റ് നിൽക്കുന്നതോടുകൂടെ അതെന്ത് ചെയ്തു, ബിഗ് ലെറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ക്യാപിറ്റലായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒറ്റ ഇത് പെർമനൻ്റ് ആയിട്ട് ഫുള്ള് ക്യാപിറ്റലായിട്ട് കിട്ടുമോ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് താഴോട്ടേക്ക് നമ്മൾ എടുത്തതിന് ശേഷം വേറൊരു മാറ്റർ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, നോക്കാലോ. ഷിഫ്റ്റ് നെക്കി പ്രസ് ഹോൾഡ് ചെയ്തതിന് ശേഷം പേര് എഴുതുന്നു. എന്താണ്, എം ഫോർ മോട്ടിവേഷൻ എന്നെന്ത് ചെയ്തു, നമ്മൾ ടൈപ്പ് ചെയ്തു. അപ്പോൾ നേരത്തെ നമ്മൾ ഷിഫ്റ്റ് നെക്കിയപ്പോൾ ഫസ്റ്റ് നെക്കിയ ഉടനെ പ്രസ് ചെയ്ത ഉടനെ എം മാത്രമേ ക്യാപിറ്റലായിട്ട് വന്നിട്ടുള്ളൂ.
ആണല്ലോ. അപ്പോൾ ബാക്കിയൊക്കെ എന്ത് ചെയ്തു ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡ് ലെറ്റർ സ്മോൾ ലെറ്ററിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൾ എന്ത് ചെയ്യണം ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റണമെങ്കിൽ അപ്പോൾ ഷിഫ്റ്റ് കൊണ്ടുള്ള ഉപകാരം ഫസ്റ്റ് ലെറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ ഹായ് എന്നടിക്കണമെങ്കിൽ എച്ച് എന്ത് ചെയ്യണം എച്ച് മാത്രമേ ക്യാപിറ്റൽ വേണമെങ്കിൽ ഹായ് എന്നടിക്കാം. രണ്ടാമത്തെ ലെറ്റർ അടിക്കുന്നതിന് മുമ്പേ കീബോർഡിലെ ലെറ്റേഴ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ അതെന്ത് ചെയ്തിട്ടുണ്ട് പഴയ പോലെ സ്മോൾ ലെറ്റേഴ്സിലേക്ക് മാറിയിട്ടുണ്ട് ഹായ്. ഓക്കെ, ഇനി ഇത് ഫുൾ എന്ത് ചെയ്യണം നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് തന്നെ മാറണമെങ്കിൽ ഇവിടെ കാണുന്ന ക്യാപ്സ് ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അതെന്ത് ചെയ്യാം ടേൺ ഓൺ ആക്കി വെക്കുക. അതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാം ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഒന്നും കൂടെ ടൈപ്പ് ചെയ്യാലോ. യെസ്, എല്ലാ ലെറ്ററും എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാറിയിട്ട് ഉണ്ട്. കുട്ടികൾ ശ്രദ്ധിച്ചു അല്ലേ. ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ടാബ് എന്നൊരു കീയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ടാബിൻ്റെ ഓപ്ഷൻ കീ എന്നുള്ള ഉപയോഗം എന്നുള്ളത് നമുക്ക് ഇതെന്ത് ചെയ്യണം കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റണം. ഏത് റൈറ്റ് സൈഡിലേക്ക് ഈ പാർട്ട് നമുക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുറേ വട്ടം സ്പേസ് നിൽക്കണം. അതാ നോക്കിയാൽ ഓരോ സ്പേസ് നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനെയല്ല കുറേ എന്ത് ചെയ്യണ്ട നിൽക്കേണ്ട പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ കൊണ്ടുപോയി വെക്കുക. എവിടെയാണോ മാറ്റേണ്ടത് അവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം സ്പേസ് ഇങ്ങനെ നിൽക്കി കുറേ വട്ടം നിൽക്കിയാൽ എന്ത് ചെയ്യും അത് ഇങ്ങനെ പോകും. നമുക്ക് അങ്ങനെ വേണ്ട കുറച്ച് എളുപ്പ വഴി അവിടെ ഉണ്ട്. ഏതാണ് എളുപ്പ വഴി? ഈ ടാബ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ആ ടാബ് എന്ന ഓപ്ഷൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ച് ഒരു 5-6 സ്പേസ് അല്ലെങ്കിൽ ഒരു 10ഓളം സ്പേസ് ഒറ്റയടിക്ക് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്തു ഒറ്റ ടാബിലൂടെ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അതിനാണ് ടാബിൻ്റെ ഓപ്ഷൻ എന്നുള്ളത്. ക്ലിയർ ആണല്ലോ. ഇനി പ്രത്യേകമായിട്ട് പറയേണ്ട വേറെ കീ ഒന്നും ഇല്ല. പിന്നെ ഇത് റൈറ്റ് അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയുള്ള കീ ആണ് ഇവിടെ ഉള്ളത്. നോക്കിയേ കീ താഴോട്ടും മേലോട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ മൗസ് ഐക്കൺ മാറുന്നുണ്ട്. കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഷിഫ്റ്റിൻ്റെ വേറൊരു ഉപയോഗമാണ് നിൽക്കിയതിന് ശേഷം ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ശതമാനത്തിൻ്റെ ഇതാണ് കൊടുക്കേണ്ടതെങ്കിൽ ഇപ്പം നോക്കുമ്പോൾ 5 വരുന്നത് അല്ല 5 വരുന്നത്. നമുക്ക് എന്ത് ചെയ്യണം ആ പെർസെൻറ്റേജിൻ്റെ ഐക്കൺ എന്ത് ചെയ്യണം കൊടുക്കണം. അപ്പോൾ ഷിഫ്റ്റ് നിൽക്കിയതിന് ശേഷം കൊടുക്കുമ്പോൾ മേലത്തെ ഏതാണോ അതിൻ്റെ ഓരോ കീബോർഡിൽ ഡബിൾ ലെറ്റേഴ്സൊക്കെ കാണും ഐക്കൺസൊക്കെ കാണും. അപ്പോൾ എക്സ്ക്ലമേറ്ററി അറ്റ് എന്ന ചിഹ്നം പിന്നെ ഇങ്ങനെ ഡോളർ അങ്ങനെ ഓരോ ചിഹ്നം സ്റ്റാർ ബ്രാക്കറ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം ഈ ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ആ 7 നിൽക്കുമ്പോൾ 7 ആണോ ഇപ്പം വരിക അല്ല ഇപ്പം വരുന്നത് ഏത് ഐക്കണാണെന്ന് കുട്ടിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? എവിടെ വരുന്നത് ഈ ആൻഡ് എന്ന ചിഹ്നമായിരിക്കും. കാരണം എന്താ നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഈ കീ നിൽക്കുന്നത്. അപ്പം ബ്രാക്കറ്റ് ഇടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഷിഫ്റ്റ് ബ്രാക്കറ്റിൻ്റെ ഫസ്റ്റ് ഷിഫ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ്. ക്ലിയർ ആണല്ലോ. അല്ലാണ്ട് ഇത് വെറും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം വിചാരിച്ചിട്ട് ഷിഫ്റ്റ് ഉപയോഗിക്കാതെ കൊടുക്കുമ്പോൾ ഏതാ ലെറ്റർ വരികയെന്ന് കുട്ടിക്ക് ഇപ്പോൾ ഇമാജിനേഷൻ ഉണ്ടോ ഇമാജിൻ ഉണ്ടോ ഏതാണ് 0 എന്ന ഐക്കണാണ് വരിക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ലെറ്ററിന് കളർ കൊടുക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. സെലക്ട് ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ള കളർ എന്ത് ചെയ്യാം കൊടുക്കാവുന്നത് ആണ്. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ചോദിക്കുക. നമുക്ക് എന്ത് ചെയ്യാം ക്ലിയർ ആക്കാം. ഓക്കെ, താങ്ക് യു എവരി വൺ.